ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് മസ്ലിൻ്റെ ജബ്ല സെറ്റാണ് വാങ്ങിയത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 4 പാറ്റേൺസിലാണുള്ളത്. ഒരു ട്രയാങ്കിൾ, പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ, പിന്നെ ഇങ്ങനെ റെയിൻബോ ആൻഡ് ക്ലൗഡ്, പിന്നെ കുറച്ച് ലവ്. 4 കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ഇട്ടുതരാം. അടുത്തതായിട്ട് കുറച്ച് ഇങ്ങനത്തെ ഒരു റോംബറിൻ്റെ ഒരു സെറ്റാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ ഈ ഒരു പാറ്റേൺ അല്ലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്കിത് തെറ്റി വന്നതാണ്. അപ്പോൾ ഇതെന്തായാലും തിരിച്ചു കൊടുക്കണം, കാരണം ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ക്വാളിറ്റിയും കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. ഇതിന് മുമ്പും ആമസോണിൽ തന്നെ ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ ഇതേപോലത്തെ റോംബോ സെറ്റ് ഓർഡർ ചെയ്തു. അപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല അവർ അയച്ചു തന്നിരുന്നത്. അത് കുഴപ്പമില്ല, വലിയ മോശമൊന്നും പറയാനില്ല, എന്നാൽ നല്ലൊരു ക്വാളിറ്റി ഒന്നും പറയാനില്ല. അടുത്തത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് തന്നെ വാങ്ങിയൊരു സ്വാഡിൽ സെറ്റാണ്. നല്ല ബ്ലൂ കളറിൽ വരുന്ന, ഒരു ബ്ലൂവും റെഡും 2 കളറിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ബ്ലൂ കളറിൽ വരുന്ന ബേബി ഹഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. നമുക്ക് തലയിൽ ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമുക്കിതിങ്ങനെ കറക്റ്റ് സ്വാഡിൽ ചെയ്തെടുക്കാം. നല്ല മെറ്റീരിയലാണ്, തൊടുമ്പോൾ വളരെ സോഫ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് ഇതാണ് വാങ്ങിയത്. ഇത് ഫസ്റ്റ് ക്രൈന്നാണ് കേട്ടോ. നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണിത്, റെഡ് കളറിൽ വരുന്നത്. നമ്മൾ സ്വാഡിൽ മറ്റേ ക്ലോത്ത് മാത്രമുള്ള സ്വാഡിലിനെക്കാട്ടും കുറച്ചും കൂടി നല്ലപോലെ ഇത് സ്വാഡിൽ ചെയ്ത് വെക്കാൻ പറ്റും. മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി യൂസ്ഫുൾ ഇതായിരിക്കും തോന്നുന്നു. അങ്ങനെ ഓൾറെഡി കുട്ടികളൊക്കെ ഉള്ള 1-2 പേര് ഇത് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് വന്നപ്പോഴാണ് ഞാനിത് വാങ്ങിയത്. മറ്റേ ടൈപ്പ് ജസ്റ്റ് സ്വാഡിൽ ക്ലോത്തും ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫീഡിങ്ങിനൊക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന, ഫീഡിങ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ വേറെ ആൾക്കാർ വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇത് വാങ്ങിയതാണ്. ഇതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്രൈ എന്നാണ് ഞാൻ വാങ്ങിയത്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഒക്കെ, നല്ല മെറ്റീരിയലൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു നെറ്റ് പോലെ ഉണ്ട്. അത് ഇവിടെ മാത്രമേ അത് ഇങ്ങനെ തയ്ച്ചിട്ടുള്ളൂ. സൈഡിലൊന്നും അത് തയ്ച്ചിട്ടില്ല, ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഒരു 300+ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ്. അടുത്തത് ഈ ഒരു വാഷ് ക്ലോത്തിൻ്റെ സെറ്റാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിങ്ങനെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാക്കേജിങ്ങിലൊക്കെയാണ് വന്നത്. ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിക്കുന്നില്ല, ഞാൻ ആക്ച്വലി ഒരു പ്രാവശ്യം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പല കളേഴ്സിലുണ്ട്, ബ്ലൂ, ഗ്രീൻ, ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സ്, വൈറ്റ്. നല്ലൊരു മെറ്റീരിയലാണ്. ഇത് കുറച്ചും കൂടി 2 ടൈപ്പ് ഓഫ് വാഷ് ക്ലോത്ത്സ് വാങ്ങിയിട്ട് ഒന്ന് ഇത് കുറച്ചും കൂടി ബനിയൻ ടൈപ്പാണ്, പക്ഷെ കോട്ടൺ ആണ്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. പിന്നെ ഞാൻ വേറെയും വാങ്ങിയിട്ടുണ്ട് മസ്ലിൻ കോട്ടൻ്റെ, അതും കാണിച്ചിട്ട്. അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നല്ല ക്വാളിറ്റിയാണ്. ഇതും ഞാൻ ഫസ്റ്റ് ക്രൈന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ടർക്കി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഹെഡ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതെനിക്ക് ക്വാളിറ്റി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് വേഗം ഇങ്ങനെ തൊങ്ങ് പൊന്തുന്ന ടൈപ്പാണ്. പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഒരലക്ക് കഴിഞ്ഞാൽ തന്നെ തൊങ്ങൊക്കെ പൊന്തുമെന്ന് തോന്നുന്നു. മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. പക്ഷെ ഇത് 2 കളറിൽ വാങ്ങിയിട്ടുണ്ട്, ഒരു ബ്ലൂവും ഒരു ലൈറ്റ് ഗ്രീനും. പിന്നെ ബം ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ വാട്ടർ വൈപ്സ് ആണിത്. ലൈക്ക് 99% വാട്ടർ വൈപ്സ് ആണിത്. ഇതൊരു 3 സെറ്റ് പാക്ക്, ഇങ്ങനത്തെ ഒരു 3 പാക്ക് ഉണ്ട് ഇവിടെ, നമുക്ക് തുറക്കാം. അങ്ങനെ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗപ്രദമാവുമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ക്രൈന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഹോട്ട് ബാഗ് വിത്ത് കവർ. ഇതെങ്ങനെയാണ്, എന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കാം. ഒരു ബേബി പിങ്ക് കളറിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കവറോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ പി സേഫിൻ്റെ 2 പാക്കറ്റ്, ഒരു കോംബോ പോലെ വന്നതാണ്. 2 പാക്കറ്റ് മെറ്റേണിറ്റി പാഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അത് കൂടാതെ മദർ സ്പർശ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ബേബി ഡിറ്റർജൻറ്റ്, ലോണ്ടറി ഡിറ്റർജൻ്റ് ആണ്. ബേബീസിൻ്റെ ഒക്കെ ഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റിയ അതും വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ഞാനൊരു നെയിൽ ട്രിമ്മറിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. നല്ലൊരു സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് അഡൾട്ട്സിനും യൂസ് ചെയ്യാൻ പറ്റും, കിഡ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ ട്രിം ചെയ്യുന്നതിൻ്റെ ഒരു
2 3 4 6 സെറ്റ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ 3 ടൈപ്പ് ബേബീസിനും 3 എണ്ണം അഡൾട്ട്സിനും ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ആമസോണിൽ തന്നെ വാങ്ങിയതാണ്. ഒരു 4 സെറ്റ് എന്താ പറയുക മിറ്റൻസും ക്യാപ്പൊക്കെ ആയിട്ടുള്ള ഒരു 4 സെറ്റ്, ഒരു ബ്ലൂ കളർ, പിന്നെ ഒരു ബെയറിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ 4 കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ലൊരു ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കമ്പാരിറ്റീവ്ലി വർത്ത് ദ മണി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഉള്ളതിൽ വെച്ച് കുറച്ചും കൂടി അഫോർഡബിളും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു ഇത്. അടുത്തതായിട്ട് ഈ ഒരു ബേബി കെയർ കിറ്റാണ്. ഇതിൽ വരുന്നത് കോംബ് വരുന്നുണ്ട്, പിന്നെ നെയിൽ കട്ടർ, സിസേഴ്സ്, അങ്ങനെ ഈ ഒരു സെറ്റാണ്. ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നോക്കി നോക്കാം. പിന്നെ ഇങ്ങനൊരു എനിക്ക് തോന്നുന്നു കുട്ടീൻ്റെ ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കാനായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂ ബോൺ ബേബിക്ക് വേണ്ടല്ലോ, കുറച്ചും കൂടി മന്തായിട്ട് വേണം. അപ്പം ഇത് കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴേ വാങ്ങി വെച്ചതേ ഉള്ളൂ. ഞാൻ സെബാമെഡിൻ്റെ ഒരു റാഷ് ക്രീം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ ബോഡി ലോഷനും ബോഡി വാഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എത്തിയിട്ടില്ല. ബോഡി ലോഷനൊക്കെ ഞാൻ സെറ്റാഫിലിൻ്റെ വാങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതും എന്താ പറയുക റോംബേഴ്സ് പോലത്തെ തന്നെ അതിൻ്റെ ഒരു സെറ്റാണ്, 4 എണ്ണത്തിൻ്റെ. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്രിൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ 4 എണ്ണം, 1 എല്ലാം കാണിച്ചു തരാം. നാലെണ്ണല്ല 5 എണ്ണത്തിൻ്റെ സെറ്റ്. ഇത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. 5 എണ്ണം ഇവർ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തെറ്റി അയച്ചതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊരു ഫീഡിങ് പില്ലുമാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഇത് വാക്യൂം പാക്ക്ഡ് ആണ്. അപ്പോൾ ഇത് ആമസോണിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല. നല്ല ഈ സൈഡിൽ 2 പ്രിൻറ്റ്സാണ് ഇതിൽ വരുന്നത്. ഒന്നിങ്ങനെ സ്റ്റാർ ആൻഡ് മൂൺ ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ കുറച്ചിങ്ങനത്തെ ഒരു എനിമൽ പ്രിൻറ്റ് വരുന്ന നല്ലൊരു ഫീഡിങ് പില്ല് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ കെട്ടാനുള്ളൊരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതൊരു സ്വാഡിൽ ക്ലോത്തും ആൻഡ് ബോബ് ക്ലോത്തിൻ്റെ ഒക്കെ ഒരു സെറ്റാണ്, വാഷ് ക്ലോത്തിൻ്റെ. ഇതിൽ ഒരു 10 പീസസ് ഓഫ് വാഷ് ക്ലോത്ത്സ് ആണ് വരുന്നത്. ഇങ്ങനത്തെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റ്. പിന്നെ അത് വീണ്ടും എന്താ പറയുക റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എലിഫൻ്റ്, അങ്ങനെ കുറേ എനിമൽ പ്രിൻറ്റഡ് ആണ് കേട്ടോ. അത് നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ല നേരത്തെ ഞാൻ കാണിച്ചു ഓൾറെഡി ഫസ്റ്റ് ക്രൈയിൽ നിന്ന് വാങ്ങിയത് കുറച്ചുകൂടി വേറെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരുന്നു. അതും കോട്ടൺ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ബനിയൻ ടൈപ്പ് അങ്ങനത്തെ കോട്ടൺ ആയിരുന്നു. വലിപ്പവും ഇതാണ് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ. പിന്നെ ഇത് സെയിം ഒരു കോംബോ ആണ്. ഇതിൽ സ്വാഡിലും കൂടി വരുന്നുണ്ട്, സ്വാഡിൽ ക്ലോത്തും കൂടി വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ബാഗിലൊക്കെയാണ് ഇത് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗിലാണ്. 3 സ്വാഡിൽ ക്ലോത്താണ് വരുന്നത്. സെയിം അനിമൽ പ്രിന്റിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത് നല്ല ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. മെറ്റീരിയലും നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ആർക്കും ഒരു ഡൗട്ടും ഇല്ലാതെ വാങ്ങാൻ പറ്റുന്നൊരു മെറ്റീരിയൽ. പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഈ ഒരു മാറ്റ് പോലത്തെ റബ്ബർ ഷീറ്റാണിത്. ഇത് സൗണ്ട് വരില്ല, അതാണ് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ആ ഒരു ഇതൊന്നും വരില്ല. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. ഫുൾ ബെഡ് യൂസ് ചെയ്യാൻ പറ്റിയ ഇതിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ലെങ്ത്തിലാണ് വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ബേബി ക്യാരി ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിലാണ്. ഇവിടെ അങ്ങനെ ഹലോ ബേബി അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒരു ക്ലോസ് ചെയ്യാൻ സിപ്പൊക്കെ ഉണ്ട്. നമുക്കതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ബേബിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ന്യൂ മോംസ് ഫസ്റ്റ് മോമൊക്കെ ആണെങ്കിൽ നമുക്കതിന് കുട്ടികളെ എടുത്തിട്ട് പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇതിൽ വെച്ചിട്ട് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയൊക്കെ ചെയ്യുകയാണെങ്കിലും പുറത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു 3 months വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ വാങ്ങിയത്.